അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 39-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എവിടെയാണ് നമ്മൾ കഥ വച്ചത് മറ്റൊന്നുമല്ല, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അസ്റായീൽ സന്ദർശിച്ചപ്പോൾ അസ്റായീലിനോട് ചോദിച്ചു, എൻ്റെ മകൻ്റെ റൂഹ് നീ പിടിച്ചോ, അഥവാ യൂസുഫിൻ്റെ റൂഹ് നീ പിടിച്ചോ? ഇല്ല എന്ന് അറിവ് നൽകുകയും യൂസുഫിൻ്റെ റൂഹ് പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അസ്റായീൽ വിവരം നൽകുകയാണ് അതിമനോഹരമായ രൂപത്തിൽ സുന്ദരമായി ഈ രാജ്യം ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തയും യാക്കൂബ് നബിക്ക് നൽകിയപ്പോൾ അത് എവിടെയാണ്, ഏതാണ് സ്ഥലം എന്ന് മഹാനായ ഖാബിദുൽ അർവാഹ് ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചപ്പോൾ അസ്റായീൽ പറഞ്ഞു, അത് പറഞ്ഞു തരാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ല. ഏതായാലും തൻ്റെ പൊന്നോമനപുത്രൻ, തൻ്റെ ഇഷ്ടമുഹിബായ യൂസുഫ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൽബ് സന്തോഷിച്ചു എന്ന് മാത്രമല്ല, മക്കളാണെങ്കിലോ ബുന്യാമീനെ അവിടെ രാജാവ് പിടിച്ചു വച്ചിരിക്കുകയാണ്. ഭക്ഷണം ആദ്യം യൂസുഫിനെ കൊണ്ടുപോയി അവർ ചതിച്ചു, രണ്ടാമത് ബുന്യാമീനെ കൊണ്ടുപോയി, ബുന്യാമീനും തിരിച്ചു വന്നില്ല. രാജാവ് അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ ധാന്യത്തിൻ്റെ ചാക്കിൽ ബുന്യാമീൻ്റെ ആ രാജാവിൻ്റെ അവിടുത്തെ അളവ് പാത്രം, സ്വർണത്തിൻ്റെ അളവ് പാത്രം ബുന്യാമീൻ്റെ കെട്ടിൽ നിന്നും ചാക്കിൽ നിന്നും ധാന്യച്ചാക്കിൽ നിന്നും കിട്ടിയെന്ന് പറഞ്ഞ രാജാവ് അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സംഭവമാണ് വാപ്പാനോട് പറഞ്ഞത് വാപ്പ യാക്കൂബ് നബിയോട് വന്ന് പറഞ്ഞു. അപ്പോൾ യാക്കൂബ് നബി മനസ്സമാധാനമില്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഖാബിദുൽ അർവാഹ് ബഹുമാനപ്പെട്ട ജനകോടികളുടെ റൂഹിനെ പിടിച്ചെടുക്കുന്ന മഹാനായ ഖാബിദുൽ അർവാഹ് അവിടുന്ന് വന്നുകൊണ്ട് യാക്കൂബ് നബിയോട് പറഞ്ഞത് ചോദ്യത്തിൻ്റെ മറുപടിയായി, നിങ്ങളുടെ മകൻ്റെ റൂഹ് ഞാൻ പിടിച്ചിട്ടില്ല, അദ്ദേഹം സുന്ദരമായ ഭരണം ഭൂമിയിൽ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ല. ഏതായാലും മക്കൾക്ക് മനസ്സിലായി, യൂസുഫിനെ ഞങ്ങൾ കൊണ്ടുപോയി ചതിച്ചു, ബുന്യാമീനെ ഇപ്പോൾ ഈ കോലത്തിലാക്കി, വാപ്പാൻ്റെ ശാപം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കി. മക്കൾ തമ്മിൽ പറഞ്ഞു, ഞമ്മക്കേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് രാജാവിൻ്റെ അടുത്ത് ഒന്ന് പമ്പരം കുത്തി വെക്കുക. അതായത് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഒന്ന് ശക്തമായ നിലയിൽ നമുക്ക് പ്രതിഷേധിക്കാം, എന്നിട്ട് ബുന്യാമീനെ വിട്ടുതരാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ നമുക്ക് വാപ്പാൻ്റെ നാവിൽ നിന്നും ശാപം ഏറ്റുവാങ്ങേണ്ടി വരും. യൂസുഫിനെ നമ്മൾ കൊണ്ടുപോയി ചതിച്ചു, ഇനി ബുന്യാമീനെയും ബുന്യാമീനെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് വാപ്പാക്ക്. അതുകൊണ്ട് നമ്മൾ രാജാവിൻ്റെ അടുക്കൽ, മിസ്രിലെ രാജാവായ അസീസ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ശക്തമായ പ്രതിഷേധ സമരം നടത്തുക എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക മക്കൾ 10 ആളും നടന്ത് മക്കളും മിസ്രതിലാണെന്തുടൻ കടുന്ത് ഭീതിയിൽ അതിപതി തിരുമുന്നം നെവിന്ത് മടുവര ചുരുണ്ട് അബുവരും ഒരന്ത് വളപതിനാൽ എമ്മൈകളിൽ നടമൊട്ട് ബുഞ്ഞാവിൻ അവർകളെ ഉടന്തനിൽ തരന്തതും ഇത് മൊഴിനാൽ നെമിൽ ഫാമി പരന്ത് ഭയമതിനാൽ മടിത്തിടാതുമൈ നമ്മൈകളിൽ അനുജന യത്ത് തന്തിട് ദിനമതിലരശരെ ബകുത്ത ഇറയവൻ തന്നീത്ത അബുവരെ മകത്ത് കനിവതിനായി കുറെ താമദിനമിൽ അനുവദിച്ചിടനുദിനം പശ്ചിമികത്ത് സകലരുമാ പതിയതിൽ മുഷിത്ത് കൊടുകുരമാ. 10 ആളുകളും വേഗം തന്നെ പിന്നെ വാപ്പാൻ്റെ വാക്കൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ, വാപ്പ ബുന്യാമീനെ നിങ്ങൾ കൊണ്ടുപോയി ചതിച്ചില്ലേ, കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വാപ്പ പിന്നെ ഇവരോട് മിണ്ടുന്നേയില്ല. ഇത് കേട്ടപ്പോൾ 10 ആളുകളും അതാ മിസ്രിലെ രാജാവായ അസീസ് രാജാവിൻ്റെ അടുക്കലേക്ക് ബുന്യാമീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, എങ്ങനെയെങ്കിലും ബുന്യാമീനെ മോചിപ്പിക്കാൻ വേണ്ടി രാജാവിനോട് നല്ല നിലക്ക് താന്നുകൂന്ന് പറയുക എന്നുള്ള നിലക്കാണ് പോരുന്നത്. പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ പ്രതിഷേധമല്ല. രാജാവിനോട് നല്ല മയമായ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വാപ്പ ആകെ വ്യസനത്തിലാണ്, വാപ്പ ബുന്യാമീനെ കാണാതെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് രാജാവിനോട്, രാജാവ് നല്ല രാജാവാണല്ലോ, ഞങ്ങൾക്ക് നല്ലതായ നിലയിൽ ഞങ്ങളെ സൽക്കരിക്കുകയും ഭക്ഷണധാന്യങ്ങളൊക്കെ വാപ്പാക്ക് തന്നയക്കുകയും ചെയ്ത രാജാവാണല്ലോ,
അപ്പോൾ നമുക്ക് ഒന്നുകൂടി രാജാവിനെ കണ്ട് നല്ല നിലയിൽ പറഞ്ഞു നോക്കാം, എന്നാൽ ബുന്യാമീനെ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞവർ 10 ആളുകൾ ഇതാ മിസ്രിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, വാപ്പ ഞാൻ യൂസുഫ് പോയതിൽ എന്നെ ആകെ വ്യസനിച്ച്, ഇപ്പോൾ ബുന്യാമീൻ പോയതിലാകെ വ്യസനിച്ചാകെ പ്രശ്നത്തിലായിരിക്കുകയാണ്. വാപ്പ ഞങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് മഹാരാജാവേ, ഞങ്ങൾക്ക് ബുന്യാമീനെ വിട്ടുതരണമെന്ന് അവർ താന്നു കൂന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞപ്പോൾ അടുത്ത് പോതുടൻ അഹികളിൽ അരശരും ബിരുത്തി തങ്ങളവും സകലരും എന്നിൽ അതിന് ബദലനെ തരുണം മുന്നമതിൽ പറഞ്ഞു സിദ്ഖദിന ഉമ്മൈകളെ അബുയത് വിധം പറഞ്ഞനുജന തരുന്ദിനം അതിന് അവരുടനാക്കിയത് കിട ഭയന്ന പുജരൻ ചൊടിത്ത് സ്വാഴിനെ നബിയുടൻ എടുത്തതിൽ അടിത്ത പോതവരുപത് ഉപദ്രവിച്ചിതുകള തുടങ്ങി അതിൽ ഇവർ പരുങ്ങി ഉടൽ കിടുങ്ങി അതിഭയമാൽ അരശരെ ദുരിതമില്ല അനുദിനമിലയഹി തന്നെ നിന ഒടുങ്ങിടാത്തരമാൽ എമ്മൈ മഷി പടങ്ങിടാവിധമായി. എന്താ പറഞ്ഞു? അതായത് മടിത്തിടാതുമൈ നമൈകളിൽ അനുജന അയത്ത് തന്നിടാം. അതായത് നിങ്ങൾ പറയും പോലെ അനുജനെ ഞാൻ ഇവിടെ പിടിച്ചു വെക്കൊന്നുമില്ല, ഞാൻ നിങ്ങളെ പിന്നാലെ വിട്ടുതരാം. പക്ഷേ നിങ്ങളൊരു കാര്യം പറയണം. നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ അതിന് സത്യസന്ധമായ മറുപടി പറയച്ചങ്ങ വിട്ടുതരാമെന്ന് പറഞ്ഞു. എന്താണത്? അടുത്ത് പോതുടനഹികളിലരശരും ബിരുത്തി തങ്ങളവുമൈ സകലരും എന്നിൽ അതിന് ബദലനെ തരുന്ന ഉന്നമതിൽ പൊറുത്ത് സിദ്ഖദിന പൊരുന്ന് സിദ്ഖദിന ഉമ്മൈകളെ അബുയത് വിധം പറഞ്ഞനുജന തരുന്ദിനം അതിന് അവരുടന കിടുകിട ഭയന്ന പൂജരം പാട്. അപ്പോൾ നിങ്ങൾ സത്യം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സത്യമായ നിലക്ക് പറയണമെങ്കിൽ ഞാൻ ബുന്യാമീനെ വിട്ടുതരാമെന്ന് രാജാവ് പറയുകയാണ്. അങ്ങനെ വീരന്മാരോടന്ന് തങ്ങൾ വിടുംതുകൾ തമ്പിയെ വിവരിത്ത് കൂറണ്ട് ചെയ്ത പോതില്ലോരമ്പിയെ നേരാണ് സ്വാ പറഞ്ഞതാകെ ഉമതോട് നേശപ്പൊൻ തമ്പിയെ തിന്ന് ചെന്നായി പിന്നീട് കൂറി മൂടിയും മുൻ കൂഫിറൗബിലെ അന്നേരം കൂശാതെ തങ്ങൾ കൊടുത്ത് കൈമൽ മുൻ ആധാരം. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ അനിയനായ ബുന്യാമിൻ്റെ ജ്യേഷ്ഠനായ യൂസുഫിനെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളൊരു മറുപടി കൊടുക്കാൻ വേണ്ടി രാജാവ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അന്ന് സാഹ് പറഞ്ഞില്ലേ, ഞങ്ങൾ പറഞ്ഞ സത്യമാണ്, ചെന്നായ കൊണ്ടുപോയി എന്നുള്ള വിവരം ഇപ്പോഴും അവർ ധരിപ്പിച്ചു. പക്ഷേ ഏറെ പാരും കണ്ട ഭാരിതും കേള കയ്യാലേ എഴുതിയ കൈപ്പട അല്ലറൗബിലെ ലുൽമാലേ ചെന്നായ ഭക്ഷിച്ചു എന്നപ്പം നിങ്ങൾ ഈ പറയണത്. രാജാവ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ റൗബിയിൽ എഴുതിയ കൈപ്പടയാണിത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം. മിസ്രിലെ രാജാവായ അസീദ് രാജാവ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ആധാരം കുറിച്ച് മാലിക്കിനെ വിറ്റതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇത് കൈപ്പട. അപ്പോഴാണ് ഇപ്പോൾ ആകെ അന്തം പൊണ്ണ രാജാവ് നമ്മളെ കള്ളി ഫുള്ള് അറിയുമല്ലോ റബ്ബേ. അതിനക്കാനിന്തൂടൻ കുല്ലും ഹൈറാലെ ചോടുന്നേ അരശേരെ കേക്കങ്ങൾ ആടുമേച്ച് നടക്കുന്നേ ഭദനത്തിൽ കൈകുമ്പി വിറ്റു കാരണം നേരാണ് പറഞ്ഞാലതില്ലെങ്കിൽ എന്നും പൺകേതക്കാരാണ്. അപ്പോൾ ആടിനെ മേച്ച് നടക്കുന്ന ഒരു സംഘക്കാരവിടെ വന്ന് അപ്പോൾ ഓൽക്ക് ഞങ്ങൾ കൊടുത്തത് ശരി തന്നെയാണ്, അങ്ങനൊരു കയ്യബദ്ധം ഞങ്ങളിൽ പറ്റിയിട്ടുണ്ട് രാജാവേ എന്ന് പറഞ്ഞു. ഇവർ ആകെ
രാജാവ് പിടികൂടുകയാണെന്ന് കണ്ടപ്പോൾ അങ്ങനെ പലതും ഇവർ അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ലാത്ത നിനക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ ദീപാദീപിൻ്റെ ഹൊറായെ ആളെ അബുദായി അരപൊട്ടില്ലാതെ വിറ്റോരാളല്ലോ തീരായി. അപ്പം ഇങ്ങനെ സ്വന്തം അനുജനങ്ങളിങ്ങനെ വിറ്റതല്ലേ എന്ന് രാജാവ് അസീസ് രാജാവ് ഇങ്ങനെ ചോദിക്കുകയാണ്. ചതിയന്മാരാണ് ഉങ്ങൾക്കൊല്ലും വേഗം വധിക്കണം, ചാറ്റി കമാൻഡറിൽ പട്ടാളത്തെ വരുത്തണം. ഉടനെ തന്നെ ബലം മരറ്റാൻ വേണ്ടി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം അഥവാ മിസ്റിൻ്റെ അധിപനാകുന്ന അസീസ് രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ ജ്യേഷ്ഠന്മാരെ മരറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് വിറപ്പിച്ചാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ ശരിയാക്കണം. ഇവർ പച്ച നുണ പറയണം, പൊള്ളു പറയണം, കള്ളം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ചതിയന്മാരാണ് ഇവർ, അനിയനെ വിറ്റ ആളുകളാണ് ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജാവ് ഇങ്ങനെ പൊടി പാറുകയാണ് അവിടെ. മാത്രമല്ല പട്ടാളക്കാരെ കഥ ആ സാവും അടിച്ചുകൊണ്ട് പട്ടാളക്കാരൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഇവർ കൊലക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ അറുകൂല ചെയ്യല്ലേ തമ്പി പോയ ദിനം തൊട്ട് അളവറ്റേ ഹമ്മിൽ കീടപ്പയ്യോര് കരഞ്ഞിട്ടേ. അങ്ങനെ പട്ടാളക്കാരെയൊക്കെ വരുത്തി വല്ല കൊല ചെയ്യാൻ വേണ്ടി അസീസ് രാജാവ് യൂസുഫ് നബി ഓർഡർ കൊടുക്കുകയാണ് ജ്യേഷ്ഠന്മാരെയൊക്കെ. ആ സമയത്ത് വാപ്പ യൂസുഫ് പോയത് മുതൽ ഒരു രക്ഷയുമില്ലാതെ യൂസുഫിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുഃഖത്തിൽപ്പെട്ടുകൊണ്ട് കിടപ്പിലാണ് ബാബ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ പണി ചെയ്യരുത്. രാജാവേ, മഹാരാജാവേ, ഞങ്ങളോട് പൊറുക്കണം. പരിപാലം ബാവാനെ ചെയ്യാൻ വേറെ ഒരാളില്ല. ബാവാനെ പരിപാലിക്കാൻ മക്കൾ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടൊരിക്കലും ഞങ്ങളെ കൊല്ലരുത്. ഞങ്ങളുടെ അടുക്കൽ പല അബദ്ധങ്ങളും വന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞു ഇപ്പോളെല്ലാവരും അട്ടഹാസിച്ചാളുകലായി. മഹിബദി സിംഹാസനത്തിൽ നിന്നും ഇറങ്ങലായി. അപ്പോൾ സിംഹാസനത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ഇരുന്നു കൊണ്ട് ജ്യേഷ്ഠന്മാരൊക്കെ അങ്ങനെ വിറപ്പിച്ചാണ്. ആ സമയത്ത് വാപ്പാനെ നോക്കാൻ ഞങ്ങളാരുമില്ല, ഞങ്ങളെ കൊല്ലരുതേ. ഇവർക്ക് മനസ്സിലായി ഞങ്ങളെല്ലാ തരികിടകളും ഈ രാജാവിനറിയാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രാജാവ് പട്ടാളൊക്കെ വരുത്തി ഒന്ന് വിറപ്പിച്ചാണ് വരെ. ആ സമയത്താണ് വാപ്പാനെ നോക്കാൻ ഞങ്ങളല്ലാതെ ആരുമില്ല, ഞങ്ങളെ വിട്ടു തരണം, ഞങ്ങളൊന്നും ചെയ്യരുത് മഹാരാജാവേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം എത്രയാണ് ഇവരെ വിറപ്പിക്കുക, സ്വന്തം ജ്യേഷ്ഠന്മാരല്ലേ. അങ്ങനെ ആ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങിക്കൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം എന്താണ് ചെയ്തതെന്നറിയണ്ടേ? ഇറങ്ങി പൊന്മഹാരാജൻ ബുന്യാമീൻ കരത്തെ ഇറക്കമാൽ പീഡിത്തും കൊണ്ടോരൂറുമോടാടുത്തേ. തിരക്കൂടെ കടന്നതിൽ നബിയാരും അരിമാ തൃക്കൈയും ഉയർത്തി കത്തനിൽ തേടി അമീമ. ഇറയോനെ എനിക്കുള്ള അഹികളിൽ കരീബ എന്നെ ഹാലത്തറിവിപ്പാൻ അരുൾ നൽകു തോറബ. കരഞ്ഞിപ്പോൾ ദുആഓതി മുടിയും മുൻജബ്രായിൽ കരീമായ നബിയാരിൽ ഇറങ്ങി ഭൻ സുറൂറാൽ. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി നേരെ ബുന്യാമീൻ ഇരിക്കുന്ന റൂമിലേക്കാണ് പോയത്. അങ്ങനെ ബുന്യാമീൻ്റെ കയ്യമ പിടിച്ചിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്റിൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ യൂസുഫ് നബി ബുന്യാമീനും തനിച്ചുകൊണ്ടൊരു റൂമിലിരുന്നു കൊണ്ട് മഹാനായ യൂസുഫ് നബി ഒരൊറ്റ ദുആയായിരുന്നു പടച്ചവനോട് അല്ലാഹുവിലേക്ക് സർവശക്തനിലേക്ക് ഒരു കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. റബ്ബേ, യൂസുഫിൻ്റെ പരീക്ഷണം അഥവാ യൂസുഫിന് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എൻ്റെ ജ്യേഷ്ഠന്മാരിവിടെ എത്തിയിരിക്കുന്നു, ഞാൻ അവർ ചെയ്തതായിരിക്കുന്ന എല്ലാം അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ ഞാനാണിവിടെ മിസ്ർ ഭരിക്കുന്നത് എന്നറിയിക്കാൻ എനിക്ക് അനുവാദം തരണം റഹ്മാനേ.
എന്ന് പറഞ്ഞൊരൊറ്റ ദുആയായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. അപ്പോൾ ഉടനെ തന്നെ മുക്കറമിലമലാക്ക് മലക്ക് ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സന്തോഷ വാർത്ത കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ ഹദറത്തിലേക്ക് ഇലാ ഹദറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയുടെ ഹദറത്തിലേക്ക് ഇറങ്ങി വന്ന് എന്താണ് പറയുന്നത് എന്ന് കവി തന്നെ വിവരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ ഇറങ്ങി വന്നാരുള്ള നൽകി മുഖമൂടിയെടുത്തോ ഇരസപ്പൊന്നബിയാരെ ആഹികളിൽ അറിത്തോ ഇറങ്ങി വന്നാരുൾ നൽകി മുഖമൂടിയെടുത്തോ ഇരസപ്പൊന്നബിയാരെ ആഹികളിൽ അറിത്തോ പറഞ്ഞുടനെ ബിയാരൻ വാജിഹിനെ തുറന്ന് ഫറുഹോടെ ആഹികള ഇട കൊള്ള നടന്ത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നും ഓർഡർ കിട്ടിയിരിക്കുകയാണ് ജ്യേഷ്ഠന്മാരെ അറിയിക്കാൻ. ഇവിടെ ഭരിക്കുന്നത് തൻ്റെ അനിയനാണ്, യൂസുഫാണ്. അതുകൊണ്ട് മഹാനായ മുക്കറമുലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ജ്യേഷ്ഠന്മാരെ അറിയിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ധരിച്ചതായ മുഖമൂടി മുഖത്തു നിന്നും മാറ്റിക്കോളൂ യൂസുഫേ എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫിന് സന്തോഷമായി. യൂസുഫ് അതോ മുഖമൂടി ഉയർത്തിക്കൊണ്ട് തൻ്റെ ജ്യേഷ്ഠന്മാരിരിക്കുന്നതിൻ്റെ നടുവിലൂടെ അങ്ങ് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തിരിഞ്ഞപ്പോൾ യഹൂദാരാജരെ കൊള്ളാനെർത്തെ തിളങ്ങും പൂവാദനം കണ്ടുടൻ കിടുകിടുത്ത് ധരിച്ചിട്ടും മൈകൾ യൂസുഫലയം നൂരത്ത് സകലരും അടുത്ത് ബന്ധുടൻ കെട്ടിപ്പിടിത്ത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം മുഖമൂടി അങ്ങ് നീക്കിയപ്പോൾ എല്ലാ ജ്യേഷ്ഠന്മാരും അവരുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് യഹൂദയായിരുന്നല്ലോ യൂസുഫിനോട് കുറച്ചെങ്കിലും കരുണയുണ്ടായിരുന്ന മനുഷ്യൻ, ആ യഹൂദ നിങ്ങൾ ആ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി, സുബ്ഹാനല്ലാഹ്, ഇത് യൂസുഫാണല്ലോ, ഇത് എൻ്റെ അനിയൻ യൂസുഫാണല്ലോ റബ്ബേ എന്നും പറഞ്ഞു യൂസുഫിൻ്റെ അടുക്കലേക്കതാ അണഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തിമണക്കുകയാണ്. ഈ രംഗം വിവരിക്കാൻ കവിക്കാകുമോ എന്നറിയില്ല. അങ്ങനെ ധരിച്ചിട്ട് ഉമ്മകൾ യൂസുഫല്ലെന്നൂരത്ത് സകലരും അടുത്ത് ബന്ധുടൻ കെട്ടിപ്പിടിത്ത് കരഞ്ഞേറ്റം നബിയാരും ആളു തലമുറയായി കഠിന ദുഃഖമിലെ കണ്ണീർ ഒഴുകിടൈ തിരയായി. അങ്ങനെ സുബ്ഹാനല്ലാഹ് കിണറ്റിലേക്ക് എറിഞ്ഞ, അതുപോലെ തന്നെ ശംഊൻ തോളിൽ നിന്നും നിലത്തേക്ക് വലിച്ചെറിഞ്ഞ, പൊട്ടക്കിണറ്റിലിട്ട മാലിക്കിനെ വിറ്റ യൂസുഫ്, ആ യൂസുഫാണ് ജീവനോടെ ജീവിച്ചിരിക്കുന്നത്. യൂസുഫാണ് ഞങ്ങളെ ഇത്രയും നേരം കളിപ്പിച്ചത്. ഏതായാലും അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തിമണക്കുകയാണ്. റബ്ബേ, കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു. ഓ വ്യസന കൂടിക്കാഴ്ച കാണാൻ, അത് വിവരിക്കാൻ ഈ കവിയുടെ തൂലികക്കാവുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോഴുമൈ ചെയ്ത കാഠിന്യത്തിൻ സവാബാൽ മലികാക്കി മാറി തന്നെ പരനിന്ന് തുറബാൽ ഇറയവൻ ഉമ്മൈത്തിൽമ സകലവും നലവായി ഇതൈ നാളിൽ മാറിക്കട്ടെ ഫാറഹോടെ പൊലിവായി കരുണപ്പൊൻ മണി യൂസുഫിവ ചൊല്ലി മൂടിത്തേ ഹസീനായ പിതാവിന് ഉടൻ ഹത്ത് കുറിത്തേ. ആ സമയത്ത് ഞങ്ങൾ ചെയ്തതായിരിക്കുന്ന എല്ലാ സംഭവങ്ങളും യൂസുഫേ ഞങ്ങൾക്ക് പൊറുക്കണം. യൂസുഫേ, ഞങ്ങൾക്ക് അബദ്ധം വന്നു പോയിരിക്കുന്നു. യൂസുഫേ. ആ സമയം മോനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്നവരോട് പറഞ്ഞു, അണ്ണന്മാരോട് ജ്യേഷ്ഠന്മാരോട് പറയുകയാണ്, നിങ്ങളെന്നെ കിണറ്റിലെറിഞ്ഞില്ലായിരുന്നെങ്കിൽ, നിങ്ങളെന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ലായിരുന്നെങ്കിൽ ഈ ഉന്നതമായ മിസ്രിൻ്റെ രാജ്യം
രാജാധികാരം പദവിയിൽ ഈ യൂസുഫ് എത്തുമായിരുന്നില്ലല്ലോ, ഇത് യൂസുഫിന് കിട്ടുകയില്ലായിരുന്നല്ലോ. ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാം മാപ്പ് ചെയ്തിരിക്കുന്നു മക്കളെ. ജ്യേഷ്ഠന്മാർക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം മാപ്പ് ചെയ്തു കൊടുത്തു. അങ്ങനെ യൂസുഫാണ് മിസ്രിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഭവം, ചരിത്ര സംഭവ ബഹുലമായ ചരിത്രം അവരെല്ലാവരും അറിഞ്ഞു. ഇനി യൂസുഫ് എന്താണ് ചെയ്യുന്നത്? വാപ്പയെ ഉടനെ അറിയിക്കണം. അതിനു മുമ്പ് വാപ്പാക്കൊരു കത്ത് എഴുതുകയാണ്. ആ കത്ത് വാപ്പാക്കുടനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒരു കത്ത് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എഴുതുകയാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നു എല്ലാവരെയും അറിയിക്കാൻ. അതുകൊണ്ട് ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാവയായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് ആരുടെ അടുക്കലാണ് കൊടുത്തയക്കുന്നത് എന്ന് അടുത്ത എപ്പിസോഡിൽ കവി പറയും ഇൻഷാ അല്ലാഹ്.